സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 20 മണ്ഡലങ്ങളിലായി 24,970 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. 24,970 പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി സംസ്ഥാനത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 9 മണിയോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. ഓരോ നിയമസഭാ മണ്ഡലങ്ങൾക്കും ഓരോ കേന്ദ്രമാണ് സജ്ജീകരിച്ചത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ബൂത്തുകളുള്ളത്, 2750. കുറവ് വയനാടാണ് 575. പ്രശ്ന സാധ്യതയുള്ള 3621 പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക സജ്ജീകരണങ്ങളും ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായും ഹരിതചട്ടം പാലിക്കാനാണ് ശുചിത്വ മിഷന്റെ നിർദ്ദേശം. ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിലെ ഒത്തിരി സാമഗ്രികളും അതിലെ ഒരുപാട് പൊല്യൂഷനും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ ഉപയോഗിക്കുന്നുണ്ട്. പോളിംഗ് ജോലികൾക്ക് 1,6140 ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. 2,61,51,534 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം. ഒളിക്യാമറ വിവാദത്തിൽ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ പോലീസ് കേസെടുത്തു. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകളടക്കം ചുമത്തിയാണ് കേസ്. കോഴിക്കോട് നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AV പ്രദീപിനാണ് അന്വേഷണ ചുമതല. ചാനൽ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിൽ കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടെന്നായിരുന്നു MK രാഘവൻ നൽകിയ പരാതി. എന്നാൽ ദൃശ്യങ്ങൾ കൃത്രിമമല്ലെന്ന റിപ്പോർട്ടാണ് പോലീസ് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഘവനെതിരെ കേസെടുത്തിരിക്കുന്നത്. അഴിമതി നിരോധന നിയമം, കൈക്കൂലി ആവശ്യപ്പെടൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായതോടെ തന്നെ വേട്ടയാടുകയാണെന്ന് MK രാഘവൻ പറഞ്ഞു. CPM-ഉം പോലീസും ഗവൺമെന്റും ഒരുമിച്ച് എൻ്റെ നേരെ നടത്തുന്ന വേട്ടയാടൽ, അതിന് കൃത്യമായി കോഴിക്കോട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ മറുപടി പറയും. പോലീസ് റിപ്പോർട്ടിന്മേൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശ പ്രകാരം DGP ലോക്നാഥ് ബെഹ്റയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത്. മീഡിയ 1 കോഴിക്കോട്.